മലപ്പുറത്തും കാസർഗോഡും ജനപ്രതിനിധികളുടെ എണ്ണം നോക്കിയാൽ മതി എന്നുള്ളത്. ഏതായാലും CPM-ന്റെ നേതാക്കളായ സജി ചെറിയാനും അതുപോലെ തന്നെ AK ബാലനൊക്കെ മുസ്ലിം വർഗീയ പരാമർശം നടത്തിയതിൻ്റെ പിന്നാലെ നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു ഇവരുടെ കൂടപ്പിറപ്പുകൾ എപ്പോഴാണ് എത്തുക എന്നുള്ളത്. ഇപ്പോൾ അതാ BJP-യുടെ ഒരു നേതാവ് അഡ്വക്കേറ്റ് ശ്രീകാന്ത് അദ്ദേഹം നേരിട്ട് തന്നെ പത്രക്കാരോട് സംസാരിക്കുന്നു. സജി ചെറിയാൻ പറഞ്ഞതും AK ബാലൻ പറഞ്ഞതുമൊക്കെ വളരെ ശരിയാണ്, ഞങ്ങളൊക്കെ ഒന്നിച്ചാണ്. ഏതായാലും വരാനിരിക്കുന്ന കാലങ്ങൾ തീർച്ചയായും ഇവരുടെ ചേർച്ചയും ഇവരുടെ അടുപ്പവും തന്നെയാണ് കേരളീയ ജനങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്നുള്ളതാണ്. കാരണം അത്രമാത്രം അടുപ്പം ഇവർ പുലർത്തി എന്നുള്ളതാണ്. അത് നമുക്കറിയില്ല, സംസ്ഥാന ഭരണത്തിൽ തന്നെ ഇവർ എങ്ങോട്ടാണ് ഇവരുടെ പോക്ക് എന്നുള്ളത് ഇവിടുത്തെ ന്യൂനപക്ഷ പിന്നോക്ക ദളിത് വിഭാഗങ്ങൾക്ക് തന്നെ വളരെ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവരുടെ പോക്ക് തീർച്ചയായും ഒരു അപകടത്തിലേക്കാണ്. തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇന്ന് കേരളത്തിലെ CPM-ഉം അതുപോലെ തന്നെ സംഘപരിവാറായ BJP-യൊക്കെ ഒന്നിച്ചു പോകുന്നു. വല്ലാത്തൊരു അപകടത്തിലേക്കാണ് എന്നുള്ളത്. നമുക്ക് BJP-യെ നേരിട്ട് തിരിച്ചറിയാം, സംഘപരിവാറിനെ നമുക്ക് നേരിട്ട് തിരിച്ചറിയാം. പക്ഷേ ഇവിടെ തേനിൽ വിഷം പുരട്ടി നമുക്ക് തരുന്ന ഈ CPM-നെ നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുക എന്നുള്ളതാണ്. അത്രമാത്രം കടുത്ത വർഗീയ വിദ്വേഷവുമായിട്ടാണ് ഇന്ന് CPM-ന്റെ ചില നേതാക്കന്മാരൊക്കെ ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഈ മുസ്ലിം കടുത്ത വിരോധത്തിൻ്റെ അവരുടെ മനസ്സിൻ്റെ ആ ഒരു വെറുപ്പ് അവർ പലപ്പോഴായിട്ട് അവർ പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അവരൊക്കെ ഈ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചാലും പിന്നെ ജനങ്ങളിൽ നിന്നുള്ള എതിർപ്പ് വരുമ്പോൾ വീണ്ടും അവർ യൂട്ടൺ അടിക്കുകയാണ്. അതാണ് വല്ലാത്തൊരു അത്ഭുതം. പറയേണ്ടതെല്ലാം പറയും, അതിനുശേഷം അത് പാർട്ടിയുടെ രീതിയല്ല, ഞങ്ങളതിനെ അംഗീകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു മാറുകയും അത് BJP സംഘപരിവാറിന് അവരുടെ ഓരോ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ കേരളത്തിലെ സംഘപരിവാറിന് ഏറ്റവും ഊർജം നൽകുന്ന ഒന്നായി മാറി എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ സജി ചെറിയാൻ്റെയും AK ബാലൻ്റെയും പ്രസ്താവനയ്ക്ക് 100% പിന്തുണ നൽകിക്കൊണ്ടുള്ള ഈ BJP നേതാവിൻ്റെ ഈ ഒരു മാധ്യമക്കാരോടുള്ള സംസാരം. എങ്ങോട്ടാണ് നമ്മുടെ കേരളം പോകുന്നത്? വളരെ ഭയപ്പാടോടുകൂടി കാണേണ്ട ഒന്നാണ്. വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നമ്മളൊക്കെ ഭയപ്പെടുന്നത് ഇവർ രണ്ടും ഒരു സഖ്യകക്ഷിയായി